ഹായ് ഗായ്സ്, എക്സോട്ടിക് ബീസിൻ്റെ ഇടുക്കി സോളോ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് വട്ടവടയിലെ ചിലന്തിയാറിലാണ് കേട്ടോ. എൻ്റെ സുഹൃത്ത് കൽപ്പനയുടെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഇനി തേക്കടിയിലാണ് കേട്ടോ. ഇനി വട്ടവട ടു തേക്കടിയാണ് ഇന്നത്തെ യാത്ര. ഫ്രണ്ട്സ്, ഇതാണ് വട്ടവട വ്യൂ പോയിന്റ്, അതായത് വട്ടവട ഗ്രാമത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ്. നമ്മൾ ഇന്നലെ ഒരു വ്യൂ പോയിന്റ് ഇന്നലെ അപ്പുറത്ത് നിന്ന് കണ്ടു, അത് തന്നെ അതിൻ്റെ സെയിം തന്നെയാണ്, വേറൊരു ആംഗിളിൽ നിന്ന് കാണാം എന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. ഇനി മണി 12:20 ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ വട്ടവട കണ്ടില്ലേ, ഇതാണ് വട്ടവട ഗ്രാമത്തിൽ നിന്നും ഞാൻ എന്തായാലും യാത്ര തിരിക്കുകയാണ് കേട്ടോ. ബൈ ബൈ വട്ടവട. ഓക്കെ, ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മൂന്നാർ 45 കിലോമീറ്റർ. ഫ്രണ്ട്സ്, മനുഷ്യരെന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ യാത്രയിൽ ഞാൻ ഇതുപോലെ കിട്ടുന്ന സ്ഥലങ്ങളിൽ കിടന്ന് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുത്തരാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇതുപോലെ ബൈ ചാൻസിൽ കിട്ടുന്ന പരിചയപ്പെടാൻ പറ്റുന്ന ആൾക്കാരും അവരുടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലെ ആളിനെ പോലെ, അതായത് നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ ഇടിച്ചു കയറി ചെന്ന് അങ്ങനെ താമസിക്കാൻ പറ്റുന്നതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യൻ എനിക്ക് ഈ യാത്രയിൽ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല, നമ്മളിങ്ങനെ പുറത്തേക്ക് നിന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്താലും മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം ഞാൻ വെറുതെ ഒരു ദിവസം നൈറ്റ് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നൊരു സ്ഥലമാണ്. അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാർ അവർ നമ്മളെ നമുക്ക് കിടക്കാനുള്ള നല്ലൊരു സ്ഥലം തരുന്നു, ഒരു വീട് ഫുള്ള് നമുക്ക് വേണ്ടി ഒരുക്കുന്നു, ഒരു ഗൈഡിനെ പോലെ അവരുടെ നാട് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ കൂടെ വരുന്നു. പിന്നെ നമുക്ക് വേണ്ടി 2 നേരം ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അവരുടെ തോട്ടത്തിലുള്ള പഴവും പച്ചക്കറികളൊക്കെ തന്നു. ഓറഞ്ചും പാഷൻ ഫ്രൂട്ടൊക്കെ എനിക്ക് വേണ്ടി പാക്ക് ചെയ്ത് തന്നു, പറിച്ച് തന്നു. കാരണം നല്ല മനുഷ്യരാട്ടോ, ഒരുപാട് നല്ല മനുഷ്യരെ എനിക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റി. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലൈഫ്. എല്ലാ ടൂറിസ്റ്റുകളും പോയി അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരുന്നത് എനിക്ക് എത്രത്തോളം കൗതുകം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള യാത്രകൾ, ഇതുപോലെ അഡ്വഞ്ചർ ട്രിപ്പുകൾ, കാടിനകത്തുള്ള മനുഷ്യരും അവരുടെ കാഴ്ചകളും ജീവിതവും അതൊക്കെ അറിയാമെന്നുള്ളത് ഒരു വേറൊരു വൈബാണ്. അതെല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. എൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ്, അതിനെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയാന്നോടും. ഈ വീഡിയോ കാണുന്ന നിങ്ങളടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഗൈസ്, നമുക്ക് ആരോഗ്യവും താല്പര്യമുള്ള സമയത്ത് യാത്ര ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. ലൈഫിൽ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഗൈസ്, നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷൻ അടുത്തുള്ള വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്പറോട്ടെ. ഓക്കെ, നേരെ പോകാം. ഓക്കെ ഗൈസ്, നമ്മളന്നേരം ഇവിടെ നിന്ന് യാത്ര ഇരിക്കുകയാണ്. ഓക്കെ, നേരെ മൂന്നാർക്ക്. ചെക്ക് പോസ്റ്റിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമ്പറിനൊന്നും ആവശ്യമില്ല, പോകുമ്പോൾ മാത്രമേ കൊടുത്തിട്ട് പോയുള്ളൂ. ഗൈസ്, ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എവിടെയെങ്കിലൊക്കെ ചെന്ന് വണ്ടി വരുന്നുണ്ടോ അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. അങ്ങനെ തിരക്കാണ് കേട്ടോ ഇവിടെ ടോപ്പ് സ്റ്റേഷൻ. നമുക്കിവിടെ റൈറ്റിലേക്കാണ് പോകേണ്ടത്, നേരെ പോയാൽ ടോപ്പ് സ്റ്റേഷൻ. ഇങ്ങോട്ട് ഗൈസ്, ഇതാണ് കേട്ടോ കുന്തള ഡാം. കേട്ടില്ലേ, കുന്തള ഡാമിൻ്റെ ഷട്ടറും ഇപ്പുറത്ത് വലത് സൈഡിൽ റിസർവോയറുമാണ് കാണുന്നത്. കൊള്ളാം കേട്ടോ.
ഞാൻ വെറുതെ ഇതുവഴി വന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ കൂടുതലൊന്നും പോകുന്നൊന്നുമില്ല. ഇവിടെ വരെ പോകും നോക്കാം. இந்த ரோடு எங்கே போகுது? இந்த ரோடு எங்கே போகும்? ആ എവിടെ വരെ പോകും? பார்க்குறதுக்கு ഇത് மட்டும் தானே? ഒന്നുമില്ലല്ലേ, തിരിച്ചു പോകണല്ലേ? ഓക്കെ 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 ഫൈൻ. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഡാമൊന്ന് കാണാൻ വേണ്ടി വന്നത്. ജസ്റ്റ് ഇതിലൂടെ വണ്ടികളൊക്കെ പോകുന്ന വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് വന്നതാണ്. ഇവിടെ ജസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാരൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഗൈസിവിടെ എൻട്രി ഒക്കെ ഉള്ളതാണ് കേട്ടോ ഡാമിൻ്റെ പരിസരത്ത്. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട് ഞാൻ അകത്ത് കയറി ബോട്ടിങ് വന്നു. വേറെ ഒന്നുമില്ല, വെഹിക്കിൾസിനൊക്കെ 10 രൂപ ഉള്ളൂ. ഞാനൊന്നും ചെയ്യാതെ നേരെ പോയി നേരെ ഇങ്ങ് വന്നു. ആരും എൻ്റെ അടുത്ത് തടഞ്ഞൊന്നും നിർത്തിയൊന്നുമില്ല. ഇതുണ്ടോ? ഇക്കോ പോയിന്റിൻ്റെ പരിസരത്താണ്. ഇക്കോ പോയിന്റിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ട് ഇറക്കാം. നല്ല ഫോട്ടോജനിക്കായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. അത് ഞാൻ പോയപ്പോഴേ നോക്കി വെച്ചതാണ്, തിരിച്ചു വരുമ്പോൾ ഇറങ്ങാൻ നോക്കിയിട്ട്. ഉണ്ടല്ലേ ഗൈസ്, ഇപ്പോൾ മൂന്നാറിലെ മാട്ടുപ്പെട്ടിക്കടുത്തുള്ള എക്കോ പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ലേ, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, കാണിച്ചു തരാം ഞാൻ. ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും യാത്ര ഇരിക്കാം. ഓക്കെ, ഇനി കുറച്ചധികം ദൂരം കൂടെ നമുക്ക് പോകാനുള്ളതാണ്. തിരിച്ച് നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ട് മാട്ടുപ്പെട്ടി ഡാം. അവിടെ നിന്നും കുറച്ച് അധികം ദൂരമുണ്ട് മൂന്നാർക്ക്. തിരിച്ച് നമ്മൾ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഡാം ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറം പോവാം. ഇന്നലെ വന്നപ്പോൾ ഉള്ള അത്രത്തോളം തിരക്കൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അത് നല്ല ബ്ലോക്കായിരുന്നു. വലിയ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കാണ് ബ്ലോക്കാവുന്നത്. ഇവിടെ പിന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാനില്ല. ഡാം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെ ഗൈസ് ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ഇറങ്ങുന്നില്ല, നേരെ പോകാൻ പോകണം തിരിച്ച്. ഉണ്ടോ? കണ്ടോ ഗൈസ്, ഇടയ്ക്ക് തേയില ചെടി കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ പോലെ എനിക്ക് തേയില ചെടി കുറച്ച് പറിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട്. അതുപോലെ ഞാനുണ്ടല്ലേ കുറച്ച് പറിച്ചെടുത്ത് കാണിച്ചു തരാം. ഉണ്ടല്ലോ, വീട്ടിൽ കൊണ്ട് ഉണക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതാണ് തേയില ചെടി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 2 നുള്ളു മാത്രമേ എടുക്കുന്നുള്ളൂ ഞാനിവിടെ. ഉണ്ടോ, ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ട് ചായയിലിട്ട് ചായയിട്ട് കുടിക്കും. അത് പണ്ട് തൊട്ടുള്ള ശീലം കേട്ടോ. അതായത് നമ്മൾ വീണ്ടും മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് മറയൂർ പോകുന്നത്. ഇത് അടിമാലിക്കുള്ള റോഡ്, ഇത് മറയൂർ. ഇവിടെ നിന്ന് നമ്മൾ വന്നിട്ട് നമ്മളിത് വന്നത് അതുവഴിയാണ്. അതുവഴി വന്നു കഴിഞ്ഞാൽ നേരെ മാട്ടുപ്പെട്ടി വഴി ടോപ്പ് സ്റ്റേഷൻ റോഡ്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഗ്യാപ്പ് റോഡ് പോകുന്ന വഴി കേട്ടോ. ഇതാണ് കറക്റ്റ് മൂന്നാറിൻ്റെ കറക്റ്റ് ടൗണിൻ്റെ ജംഗ്ഷൻ. ആ ഒരു പാലത്തിൻ്റെ അവിടെ, ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിന്നാണ് എല്ലാ സൈഡിലേക്കും തിരിഞ്ഞ് പോകാനുള്ളത്. ഇവിടുന്ന് 70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേവികുളം. നമ്മൾ പോകുന്ന അങ്ങോട്ടാണ് കേട്ടോ, നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴി. ഞാൻ എന്താണ് ടൗണിൽ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ടൗണിലേക്ക് വന്നതാണ്. ഞാനിപ്പോൾ ദേവികുളം റൂട്ടിലാണ് നിൽക്കണേ. ഇതിൻ്റെ തൊട്ട് മേളുള്ള റൂട്ടുണ്ട്, അതുവഴി പോയി കഴിഞ്ഞാൽ നേരെ മീശപ്പുലിമല. നമ്മളിപ്പോൾ പോകുന്ന നേരെ തേക്കട റൂട്ടാണ്. ഇതുവഴി നേരെ
എന്താണ് ചിന്നക്കനാൽ, അതായത് ദേവികുളം ചിന്നക്കനാൽ വഴി പൂപ്പാറ, പിന്നെ അവിടെ നിന്ന് നേരെ തേക്കടി. ഇവിടെ നിന്നൊരു 100 കിലോമീറ്റർ മേളുണ്ട് തേക്കടിയിലേക്ക്. ഓക്കെ ഗൈസ്, എന്തായാലും വൈകുന്നേരം ഒരു 6 മണിക്ക് ഉള്ളിൽ, 6 മണിക്ക് ശേഷം 6 മണി വരെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് മാക്സിമം കാഴ്ചകളൊക്കെ കണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ അടിക്കണം ഗൈസ്. ഈ റൂട്ടിൽ തന്നെ വന്നപ്പോൾ തന്നെയാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിനകത്തേക്ക് ഞാനിപ്പോൾ കയറുന്നൊന്നുമില്ല, കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളോട് അത്ര താല്പര്യമില്ല, കുറച്ച് അഡ്വഞ്ചർ വേണം. അതുകൊണ്ട് ഇപ്പോൾ കയറുന്നില്ല ഗൈസ്. ബൈ ബൈ ഗൈസ്. മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് ദേവികുളം റൂട്ട്. ടോളുണ്ട് ഗൈസ്, ഇവിടെ ടോൾ പ്ലാസയാണ്. ദേവികുളമാണ് സ്ഥലം. നല്ല വിശാലമായ റോഡല്ലേ. ഗൈസ്, ഈ കാഴ്ച കണ്ടോ നിങ്ങൾ? ഒരു സൈഡ് കൊളുക്കുമലയുടെ വ്യൂസൊക്കെയാണ് കാണുന്നത്, കണ്ടില്ലേ? അതൊക്കെ കൊളുക്കുമലയാണ് അപ്പുറത്ത് കാണുന്നതൊക്കെ. ഗൈസ്, ഇത് പെരിയ കനാൽ വാട്ടർഫാൾസ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. എന്താ പെരക്കന്മാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് പുള്ളി, അവർ ഹാപ്പി. പെരിയ കനാൽ വാട്ടർഫാൾസ്. ഇതാണ് കേട്ടോ ചിന്നക്കനാൽ. ചിന്നക്കനാൽ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണിത്. ഇവിടെ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യനെല്ലി, അതുപോലെ തന്നെ കൊളുക്കുമല, അങ്ങനെ 2 സ്ഥലത്തേക്കും പോവാം. ഞാൻ പണ്ട് പോയതാണ്. സൂര്യനെല്ലി ടി എസ്റ്റേറ്റിനുള്ളിലാണ് താമസിച്ചത്. എന്നിട്ട് കൊളുക്കുമല ഞാൻ പോയിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് വഴി കാണിച്ചു തരാം കേട്ടോ. കൊളുക്കുമല ഇവിടെ നിന്ന് കറക്റ്റ് 20 കിലോമീറ്റർ, സൂര്യനെല്ലി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 6 കിലോമീറ്റർ. സൂര്യനെല്ലിയൊക്കെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, നല്ലൊരു ടൗൺഷിപ്പാണ്, കൊള്ളാം. ഞാനിപ്പോൾ പോകുന്നത് പൂപ്പാറയിലേക്കാണ്, താഴേക്കാണ്. സൂര്യനെല്ലി ഞങ്ങൾ 2018 വന്ന സമയത്ത് മൂന്നാർ യാത്രയിൽ ചിന്നാർ, സൂര്യനെല്ലി ഒക്കെ കവർ ചെയ്തതാണ്. ഗൈസ്, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മലനിരകളില്ലേ, അതൊക്കെയാണ് കൊളുക്കുമല. അതായത് സൂര്യനെല്ലി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് ഈ കാണുന്ന മേഘങ്ങളുടെയൊക്കെ അപ്പുറമാണ് കൊളുക്കുമല വരുന്നത് കേട്ടോ. ഇതെല്ലാം കൊളുക്കുമല. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വീണ്ടും സ്ഥലമുണ്ട്. അതിനപ്പുറത്തേക്കാണ് പിന്നെ മീശപ്പുലിമലയൊക്കെ വരുന്നത്, കണ്ടില്ലേ? അതിൻ്റെയൊക്കെ മറു സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ വ്യൂ പോയിന്റുകളും ഈ മേഘങ്ങളുടെ കണ്ടില്ലേ ഒരു ക്ലൗഡ് ബഡ്. ഈ ക്ലൗഡ് ബഡ് നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യനെല്ലി, അതായത് കൊളുക്കുമല മലയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മീശപ്പുലി മലയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലുള്ള മലകളുടെ അവിടെ അത്രയും ടോപ്പിൽ നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതാണല്ലേ ഈ ഹൈറ്റ് കണ്ടില്ലേ, ഇത്രയും ടോപ്പിൽ എത്തുമ്പോഴോ അതിൻ്റെ തൊട്ട് താഴെ നമുക്കിങ്ങനെ ക്ലൗഡ് ബഡ് കാണാൻ പറ്റും. ഇതാണ് ചിന്നക്കനാൽ വ്യൂ പോയിന്റ് കേട്ടോ. കൊള്ളാം, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വെയിലുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, വെയിലില്ലാന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ആനയിറങ്കൽ ഡാം. ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് ഫുള്ളും ആനയിറങ്കൽ ഡാമാണ്. ഈ സ്ഥലങ്ങളിൽ മൊത്തം ആന ക്രോസ് ചെയ്യുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്, ആനയിറങ്കൽ ഡാം. ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോഴല്ല, വൈകുന്നേരം രാത്രിയിലൊക്കെ. ഗൈസ്, നമ്മൾ മറയൂർ പോയത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ്. അതുപോലെ തന്നെ വട്ടവട പോകുന്ന വഴിക്ക് നമ്മൾ പാസ് ചെയ്തതാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ മതികെട്ടാഞ്ചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ പൂപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് അടുത്ത് ഉടുമ്പൻചോലയിലേക്കാണ്. ഉടുമ്പൻചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. നമ്മളിപ്പോൾ ചതുരംഗപ്പാറയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂപ്പാറയിൽ നിന്ന് കുറച്ചുകൂടി ദൂരം വരുമ്പോഴത്തേക്കും ചതുരംഗപ്പാറയുണ്ട്. വ്യൂ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്.
എൻ്റെ അമ്മ ഇത് മൊത്തം കല്ലാണല്ലോ. ഇതാണ് ഗൈസ് ആ വ്യൂ പോയിന്റ് ടോപ്പിലേക്ക്. ഗായ്സ് ഞാൻ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് ചതുരംഗപ്പാറ വ്യൂ പോയിന്റ്. വിൻഡ് മിൽസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് മൊത്തം തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഗൈസ്. തമിഴ്നാടാണ് അങ്ങോട്ട് മൊത്തം. അതൊക്കെ ഏത് ടൗണാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടില്ല, ഇതുകൊണ്ടാണ്. ഇവിടെ ഉള്ളത് വ്യൂ പോയിൻറ്റോ ഗൈസ്, അല്ലാതെ കൂടുതലായിട്ട് കാഴ്ചകളോ ആക്ടിവിറ്റീസോ ഒന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്. ഇതുവഴി വന്ന സമയത്ത് ഒരു 2 കിലോമീറ്റർ പാസ് ചെയ്ത് ഞാൻ പോയി. കണ്ടല്ലോ, ഒരു 4 കിലോമീറ്ററോളം പാസ് ചെയ്ത് പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. ഇത് റേസ് ചതുരംഗപ്പാറയുടെ ടോപ്പ് ഇതാണ്ടില്ലേ. പണ്ട് ഇതുപോലെ കൊളുക്കുമല പോയ സമയത്ത് ഇതുപോലൊരു വള്ളിച്ചെടി കണ്ടിട്ട് നേരെ അതിൻ്റെ വെള്ളയിലേക്ക് ഇതുപോലെ ഞാൻ പോയപ്പോൾ ഇതുപോലൊരു കൊക്കയാണ്. അതേ എക്സ്പീരിയൻസ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് യാത്ര ഇരിക്കുകയാണ് ഇനി നേരെ തേക്കടിയിലേക്ക്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്താണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. ഇവിടെ ഒരു വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നാളെ രാവിലെ വിശദമായിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.